പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി ആയത്തുകളിൽ കുടുംബ ബന്ധം ചേർക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവർ മുഫ്സിദുകളാണ്, ഫാസിക്കുകളാണ്, ചമ്മാടികളാണ്, തോന്നിയവാസികളാണ് എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പച്ചയായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു പറയാണ്, അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹുവുമായുള്ള കരാർ ലംഘിക്കുകയും അള്ളാഹുവുമായി ഏർപ്പെട്ടിട്ടുള്ള അവനോടുള്ള ബാധ്യത പൂർത്തീകരിക്കാതിരിക്കുകയും ചേർത്ത് വെക്കണമെന്ന് റബ്ബ് കൽപ്പിച്ച കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുകയും ദുനിയാവിൽ ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവർ അവരാകുന്നു യഥാർത്ഥത്തിൽ നഷ്ടക്കാരായ ആളുകൾ. ഈ കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വയൻഖുദൂനൽ മീസാഖ് വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾ ചേർത്ത് വെക്കുന്നവരാണ്. വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. എന്നിട്ട് അവരവരുടെ രക്ഷിതാവിനെ ഭയപ്പെടുകയും മോശമായ ഒരു ശിക്ഷ വരാനൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നവരാണ്. വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ആരാണോ ക്ഷമ അവലംബിക്കുന്നത്, വഇഖാമിസ് സ്വലാഹ് വഈതാഇസ് സകാത്ത് വയുൻഫിഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ വയജ്റഊന ബിൽ ഹസനത്തിസ് സയ്യിഅ ഉലൈക ലഹും ഉഖ്ബദ്ദാർ. നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും കൃത്യമായി സകാത്ത് കൊടുക്കുകയും അല്ലാഹു കൊടുത്തതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരാരാണോ അവർക്കാകുന്നു ഏറ്റവും നല്ല പര്യവസാനമുള്ളത്. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് അവരതാ നിരുപാധികം കടന്നു പോകുന്നതാണ്. എല്ലാ വാതിലിലൂടെയും മലക്കുകൾ അവരിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് മലക്കുകൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ക്ഷമ അവലംബിച്ചതുകൊണ്ട്. എന്നാൽ അതിന്റെ നേരെ വിപരീതമായി നടന്ന ആളുകൾ, الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. അല്ലാഹുവിനോടുള്ള കടമ നിർവഹിക്കാതിരിക്കുകയും കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുകയും ദുനിയാവിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. അവർക്കാകുന്നു അല്ലാഹുവിന്റെ ശാപമുള്ളത്, അവരാകുന്നു നിത്യശാപപാത്രമായവർ, അവർക്കാകുന്നു ഏറ്റവും മോശമായ പര്യവസാനവും ഏറ്റവും മോശമായ ഭവനവുമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തരികയാണ്. ഇത്രയും ആയത്തുകളിൽ അല്ലാഹു ഊന്നി പറഞ്ഞൊരു വിഷയം എന്താണ്? യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ചത് കൂട്ടിച്ചേർക്കുന്നവരുമുണ്ട്, അല്ലാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ചത് മുറിച്ചു കളയുന്നവരുമുണ്ട്. ഇത് രണ്ട് വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ തൃപ്തിക്ക് മാത്രമായവരാണ്. അവർ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായി കിട്ടുന്ന പ്രിവിലേജ് എന്താണ്? മലക്കുകൾ എല്ലാ വാതിലിൽ കൂടിയും അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് ഇങ്ങനെ സലാം പറയും, അവർക്ക് അഭിവാദ്യങ്ങളും ആശംസകളും പ്രശംസകളും അർപ്പിക്കും. എന്നാൽ നേരെ വിപരീതമുള്ള ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ ശാപകോപങ്ങളും ശിക്ഷാ നടപടികളും അവരുടെ നേരെ പരലോകത്തുണ്ടാവുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടത്, മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരു വിഷയമാണ് കുടുംബബന്ധം. ഈ കുടുംബബന്ധത്തിൽ നമ്മൾ സാധാരണ കുടുംബബന്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്.
മക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച്, ആ മക്കളെ നല്ല രീതിയിൽ വളർത്തേണ്ടതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ അധികം സംസാരിക്കാതെ പോകുന്ന കുടുംബ ബന്ധത്തിൻ്റെ ഒരു മേഖലയുണ്ട്. അതേതാണെന്നറിയോ? സഹോദരന്മാരുമായിട്ടുള്ള ബന്ധമാണ്. ഏറ്റവും ദൃഢമായി നാം കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ കൂടപ്പിറപ്പുകൾ. എപ്പോഴും ഇത് പറയുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ എൻ്റെ ബ്ലഡ് പരിശോധിച്ചാൽ, എൻ്റെ രക്തം പരിശോധിച്ചാൽ, എൻ്റെ ജീനും എൻ്റെ ഉമ്മയുടെ ജീനും തമ്മിൽ 50% ബന്ധം ഉണ്ടാവുക. 50% എൻ്റെ ഉപ്പയുടെ ജീനുമായിട്ടാണ് ബന്ധം ഉണ്ടാകുക. 24 ക്രോമസോം ഉമ്മാൻ്റെയും 24 ക്രോമസോം ഉപ്പാൻ്റെയാണ്. എൻ്റെ ശരീരത്തിലോടുന്ന രക്തത്തിൻ്റെ നേർപകുതിയാണ് എൻ്റെ ഉമ്മാൻ്റെത്, നേരെ പകുതിയാണ് എൻ്റെ ഉപ്പാൻ്റെത്. ഇനി എൻ്റെ കുട്ടിൻ്റെ ബ്ലഡ് എടുത്താലോ അതും അങ്ങനെ തന്നെയാണ്. എൻ്റെ ബ്ലഡ് നേരെ പകുതിയാണ് അവൾക്കുള്ളൂ, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ നേരെ പകുതിയാണ് അവൾക്കുള്ളത്. എന്നാൽ എൻ്റെ അനുജൻ്റെ, എൻ്റെ അനുജത്തിയുടെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ രക്തമെടുത്ത് പരിശോധിക്കുമ്പോൾ 100% എൻ്റെ ശരീരത്തിലുള്ള രക്തം ഏതാണോ ആ രക്തം തന്നെ ആയിരിക്കും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിലുണ്ടാവുക. അത്രമാത്രം വിശാലമായി പടച്ചിറപ്പ് സംവിധാനിച്ചൊരു ബന്ധമാണ് കൂടപ്പിറപ്പുമായുള്ള ബന്ധം. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതും ആ ഒരു മേഖലയിലാണ്. സ്വത്ത് തർക്കത്തിൻ്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ വേറെ പല വിഷയങ്ങളിലും സഹോദരന്മാർ തമ്മിലാണ് പ്രശ്നം ഉണ്ടാവുക, കുഴപ്പമുണ്ടാവുക. പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുക അവിടെയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചിട്ടുണ്ടോ, സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം ദൃഢമാണെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബർക്കത്തും ആ കുടുംബത്തിൽ ചൊരിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താണത്? നിങ്ങളുടെ കുടുംബ ബന്ധം ചേർത്തു വെക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. അറ്റുപോകുന്ന വിള്ളലുണ്ടാകുന്ന ബന്ധങ്ങൾ അത് പഴുതടച്ച് ഒരു വിള്ളലുമില്ലാത്ത രൂപത്തിൽ, ഒരിക്കലും സുൽഹ് പോകാത്ത രൂപത്തിൽ, ആ ബന്ധം മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ അല്ലാഹു ഈ ദുനിയാവിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തത്, റിസ്ഖൻ ത്വയ്യിബ, ഹലാലായ ത്വയ്യിബായ റിസ്ഖിന്റെ വാതിൽ അല്ലാഹു നിങ്ങൾക്ക് വിശാലമാക്കി തരുമെന്നാണ്. ഒരാൾ കുടുംബ ബന്ധം ചേർക്കാൻ പരിശ്രമിക്കുമ്പോൾ അല്ലാഹു അയാളുടെ റിസ്ഖ് വിശാലമായി കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നമ്മൾ ആ ഒരു നിയത്ത്, എനിക്ക് കച്ചവടം ഉഷാറാണ്, ആ ഒരു നിയത്ത് വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. കുടുംബ ബന്ധം ചേർക്കണമെന്ന ആഗ്രഹത്തോടുകൂടി, ഉദ്ദേശത്തോടുകൂടി ഒരാൾ എന്ത് പ്രവൃത്തി ചെയ്താലും അയാളുടെ റിസ്ഖിൽ അള്ളാഹു വിശാലത കൊടുക്കും. എങ്ങനെ വിശാലത കൊടുക്കും? ഹറാമിന്റെ പഴുതുകൾ അടച്ചിട്ട് ഹലാലിന്റെ വഴിയിലൂടെ, ത്വയ്യിബായ വഴിയിലൂടെ അയാളുടെ റിസ്ഖ് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ആളുകൾ നമുക്ക് ഇങ്ങനെ കാണാനും പറ്റും. ഒന്ന് പരീക്ഷിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ. എന്താണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ, ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ഒന്ന് കുടുംബക്കാരുടെ വീട്ടിൽ പോയി കയറുക, അവരുമായി സംസാരിക്കുക, അവരുടെ വേദനകളിൽ പങ്കുചേരുക, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുക, അവരുടെ അബദ്ധങ്ങൾ പുറത്തു മാപ്പാക്കി കൊടുക്കുക. ചിലപ്പോൾ പല അബദ്ധങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ടാവും, പല വേണ്ടാത്ത സംസാരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടാവും. അത് പുറത്തു കൊടുക്കുക, മാപ്പ് കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക, മറക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാവുക. അവരുടെ വേദനയിൽ നമുക്ക് വേദനിക്കുക, ഉള്ളോണ്ട് വേദനിക്കുന്നില്ലെങ്കിലും ആ വേദനയിൽ താങ്ങും തണലും സാന്ത്വനവുമായി ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മളോട് ചെയ്തു പോയ തെറ്റുകൾ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ഇറക്കി വെക്കാം. മനസ്സിന്റെ ഉള്ളിൽ ചിലപ്പോൾ പ്രയാസം, വിഷമമൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. അവരുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏറ്റവും വലുതാണ് എൻ്റെ അനുജൻ്റെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ, എൻ്റെ ഉമ്മാൻ്റെ, എൻ്റെ വാപ്പാൻ്റെ, എൻ്റെ എളാമാൻ്റെ, എൻ്റെ മൂത്താപ്പാൻ്റെ, എളാപ്പാൻ്റെ നന്മക്ക് വേണ്ടി അവരുടെ പേരെടുത്ത് പ്രാർത്ഥിക്കുക. ഇതൊക്കെ വലിയ കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നാമതായി അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് റിസ്ക് വിശാലാക്കി തരുന്നതാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇങ്ങനെ ഒരുപാട് വഴികൾ പടച്ചോൻ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പറയാണ് കച്ചവടം തുടങ്ങിയിട്ടൊരു ബർക്കത്തില്ല, കിട്ടുന്ന പൈസ അങ്ങനെ തന്നെ ചെലവായി പോവാണ്, ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, മാസാവസാനം ആകുമ്പോഴേക്ക് മറ്റുള്ളവരോട് കടം ചോദിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ റിസ്ക് വിശാലമായി കിട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ച ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? കുടുംബ ബന്ധം ചേർക്കുന്ന വിഷയത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? സ്വയം വിചിന്തനം നടത്തണം. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുന്നുള്ളത്. ത്വയ്യിബായ റിസ്ക് നൽകും. ഒന്നാമത്തത് ആരോഗ്യമുള്ള ദീർഘായുസ്. ദീർഘായുസ് 2 രീതിയിലുണ്ട് പ്രിയപ്പെട്ടവരെ.
രണ്ട് രീതിയിലാണ് മനുഷ്യന് ദീർഘായുസ് നൽകപ്പെടുക. ഒന്ന്, അവസാനം വരെ രണ്ട് കാലിൽ നിന്ന് നിസ്കരിച്ച് ഓർമ്മക്കുറവില്ലാതെ, കാഴ്ച മങ്ങാതെ, കേൾവി മങ്ങാതെ, ബുദ്ധിക്ക് ഭ്രമം ബാധിച്ചു പോകാതെ, സംസാരത്തിന് കൊഞ്ഞു വരാതെ, ആളുകളുടെ മനസ്സിലുള്ള നന്മ നഷ്ടപ്പെട്ടു പോകാതെ, ബഹുമാനം നഷ്ടപ്പെട്ടു പോകാതെ മരണം വരെ അങ്ങനെ ജീവിച്ചു മരിച്ച മനുഷ്യന്മാരുണ്ട്. അവർ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും, ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അല്ലേ, ആരെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്ന് ചില ആളുകൾ പറയും. എന്നാൽ ചില ആളുകൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കും. 10, 12, 20, 15, 25 വർഷം കിടക്കന്റെ മുകളിൽ കിടക്കുന്ന ദീർഘായുസുള്ളവരുണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിൽ ഒരു വാർദ്ധക്യത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? എല്ലാം അറിഞ്ഞതിന് ശേഷം, ലോകത്തിന്റെ ഭൂപടം എടുത്താൽ ഓരോ രാജ്യത്തിന്റെയും ലൊക്കേഷനുകൾ കൃത്യമായി സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം പള്ളിയിൽ നിന്ന്, മഹല്ലിലെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി പോലും ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്കുള്ള പ്രയാണമുണ്ട് മനുഷ്യന്റെ. സ്വന്തം മക്കളുടെ പേര് ഓർമ്മയില്ലാത്ത, സ്വന്തം പേരക്കുട്ടികളുടെ പേര് ഓർമ്മയില്ലാത്ത, സ്വന്തം ഭാര്യ ഭക്ഷണം തന്നാൽ ആ ഭക്ഷണം തന്നതുപോലും ഓർമ്മയില്ലാത്ത, വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ എനിക്ക് ഭക്ഷണം തന്നിട്ടില്ല എന്ന് തൊട്ടു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എന്നിട്ടും പരാതി പറയുന്ന, മക്കൾക്ക് കണ്ണിലെ കരടായി മാറുന്ന, ഭാര്യയ്ക്ക് കണ്ണിലെ കരടായി മാറുന്ന, മഹല്ല് കമ്മിറ്റിക്ക് സഹായം ചെയ്ത് അവസാനം ഒരു ഭാരമായി മാറുന്ന ദീർഘായുസും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദീർഘായുസിൽ നിന്ന്, അങ്ങനെ ഒരു വാർദ്ധക്യത്തിൽ നിന്ന്, സൂഇൽ കിബറിൽ നിന്ന് അല്ലാഹു നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വ ഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഹാദൽ ബഅദി വ ശർരി മാ ബഅദ റബ്ബി അഊദു ബിക മിനൽ കസലി വ സൂഇൽ കിബർ. രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് അല്ലാഹു കാവലിനെ തേടാൻ പറഞ്ഞത്. ഒന്ന്, മടിയിൽ നിന്ന് എനിക്ക് കാവലിനെ തരണം റബ്ബേ. മനുഷ്യ ജീവിതത്തിന്റെ വേരടക്കം പറിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന ഒരു സ്വഭാവമാണ് മടി. രണ്ടാമത്തത് സൂഇൽ കിബർ. അല്ലാഹുവേ, എൻ്റെ വാക്ക് കൊണ്ട്, എൻ്റെ നോട്ടം കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്, എൻ്റെ സാന്നിധ്യം കൊണ്ടുപോലും മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുന്ന ഒരു വാർദ്ധക്യത്തെ നീ എനിക്ക് നൽകല്ലേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. അങ്ങനെ ഒരു വാർദ്ധക്യം ഇല്ലാതിരിക്കാൻ ജീവിതത്തിന്റെ അവസാനം വരെ തെളിമയുള്ള ഓർമ്മയോടുകൂടി, തെളിമയുള്ള ബുദ്ധിയോടുകൂടി, മരണം വരെ നമ്മക്കൊണ്ട് ആളുകൾക്ക് ഉപകാരമുണ്ടാവുന്ന, നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സാമീപ്യവും ആളുകൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വാർദ്ധക്യം, അത് വലിയ ഗുണമാണ്. കഴിഞ്ഞ കാല ജീവിതത്തിലെ അനുഭവ സമ്പത്ത് കൊണ്ട് പുതിയ തലമുറക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന, നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന, അവർക്ക് ഭാരമാകാത്ത ഒരു വാർദ്ധക്യം. ആ വാർദ്ധക്യം, ആരോഗ്യമുള്ളൊരു ദീർഘായുസ് ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വാഗ്ദാനം ചെയ്യാൻ, അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കുടുംബബന്ധം ചേർക്കുക എന്നതാണ്. കുടുംബബന്ധത്തെ ചേർത്ത് വെക്കുക എന്നതാണ്. മൂന്നാമതായി റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയിലൂടെ നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയൊരു ഫളലാണത്. റസൂലുള്ളാഹി പറയാണ്, സമാധാനമുള്ളൊരു മരണം നിങ്ങൾക്ക് ഞാൻ നൽകാം. സമാധാനമുള്ളൊരു മരണം. എന്താ പ്രിയപ്പെട്ടവരെ സമാധാനമുള്ളൊരു മരണം? അത്യാധുനിക സംവിധാനമുള്ള ICUവിൻ്റെ ഉള്ളിൽ സകല മരുന്നുകളും പരീക്ഷിക്കപ്പെട്ട് നഴ്സുമാരുടെയും ആധുനിക സംവിധാനങ്ങളുടെയും നടുവിൽ തണുത്തുറച്ച AC മുറിയിൽ കിടന്ന് മരിക്കുന്നതാണോ യഥാർത്ഥത്തിൽ സമാധാനമുള്ള മരണം? അതല്ല, ഉണ്ടാക്കിയ വീട്ടിൽ സ്വന്തം സന്താനങ്ങളൊക്കെ ഇങ്ങനെ കട്ടിലിൻ്റെ ചുറ്റിലും നിന്നിട്ട് പഞ്ഞിയിൽ ഇങ്ങനെ വെള്ളം മുക്കി ചുണ്ടത്തിങ്ങനെ തേച്ചു തന്ന് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ്, ശാന്തിയുടെ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ച്, അങ്ങനെ ഒരു മരണമാണോ സമാധാനത്തിന്റെ മരണം? അല്ല പ്രിയപ്പെട്ടവരെ. മരിക്കുന്നത് എവിടെ നിന്നാകട്ടെ, ഏത് സ്ഥലത്തു നിന്നാകട്ടെ, ആകാശത്ത് വിമാനം പൊട്ടിത്തെറിച്ചിട്ടാകട്ടെ, അല്ലെങ്കിൽ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിന്റെ ഇരുമ്പ് ചീളുകൾക്കിടയിലേക്ക് മാംസളമായ ഭാഗങ്ങൾ തറച്ചു പോയിട്ടാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ മീനുകൾക്ക് ഭക്ഷണമാകുന്ന രൂപത്തിൽ ആഴക്കടലിലാകട്ടെ, എവിടെയാകട്ടെ, സമാധാനമുള്ള മരണം എന്നറിയോ? ആ മരണത്തിന്റെ സമയത്ത് നമ്മിലേക്ക് ഇറങ്ങി വരുന്ന, നമ്മുടെ കാഴ്ചയിൽ തെളിഞ്ഞു വരുന്ന, നമ്മുടെ കേൾവിയിൽ മുഴങ്ങിക്കേൾക്കുന്ന, നമ്മുടെ അനുഭവത്തിലേക്ക് വരുന്ന
ഇന്ന് വരെ കാണാത്ത, കേൾക്കാത്ത, അനുഭവിക്കാത്ത, അറിയാത്ത, മനസ്സിലാകാത്ത പുതിയൊരു ലോകമുണ്ടല്ലോ. ആ ലോകത്തിലേക്ക് 2 വാതിലുകളുണ്ട്. ആ വാതിലുകളിൽ ഏതാണോ എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് തുറക്കപ്പെടുന്നത് അതിനനുസരിച്ചാണ് സമാധാനമുള്ള മരണമാണോ അല്ല അസമാധാനത്തിന്റെ മരണമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. സമാധാനമുള്ള മരണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. നിശ്ചയം അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ അതാ ഇറങ്ങി വരികയാണ്. മരണത്തിന്റെ സമയത്ത് അവര് പറയുന്നത് എന്താണ്? അല്ലാ തഖാഫു വലാ തഹ്സനു. മനുഷ്യന്റെ സമാധാനത്തെ നശിപ്പിച്ചു കളയുന്ന 2 വികാരങ്ങളെ തൊട്ട് അവരതാ നിർഭയത്വം നൽകുകയാണ്. എന്താണ്? അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗ്ഗത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ഇതാണ് സമാധാനമുള്ള മരണം. ഈ സമാധാനമുള്ള മരണം നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകാണ്. നമ്മൾ എന്ത് ചെയ്താൽ? നമ്മൾ കുടുംബ ബന്ധം ചേർത്താൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബ ബന്ധത്തെ ചേർത്തു വെക്കുന്ന, അറ്റുപോയ ബന്ധങ്ങളിലെ ചേർത്തു വെക്കുന്ന കണ്ണികളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.